ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ദേവേന്ദ്രൻ്റെ അഹങ്കാരം ശമിപ്പിക്കുന്ന കഥ നമ്മൾ പറഞ്ഞു. ഗോവർദ്ധന പൂജ ചെയ്തു ഭഗവാൻ. ഗോവർദ്ധനം തൻ്റെ കുഞ്ഞിളം കൈയാൽ എടുത്തുയർത്തി വൃന്ദാവനവാസികളെ എല്ലാവരെയും രക്ഷിച്ച ആ അതിമനോഹരമായ കഥ കേട്ട് പ്രാർത്ഥിച്ചാൽ ഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായും നമുക്കെല്ലാവർക്കും ഉണ്ടാകും. അതിനുശേഷം ഭാഗവതത്തിൽ പറയുന്ന കഥാഭാഗം വരുണാലയ ഗമനമാണ്. വരുണദേവനെ നമുക്കറിയാം. ഇനി നമുക്ക് ആ കഥാഭാഗത്തിലേക്ക് കടക്കാം. അമ്പാടിയിലെ മണിക്കുഞ്ഞായി വാഴുന്ന കാലം മുതൽക്കുള്ള കൃഷ്ണൻ്റെ അത്ഭുത ലീലാവിലാസങ്ങളെക്കുറിച്ച് കേട്ടറിഞ്ഞ വരുണദേവൻ ആ കാരുണ്യമൂർത്തിയെ തൻ്റെ പുരിയിൽ വരുത്തി അദ്ദേഹത്തിൻ്റെ പാദരേണുക്കളാൽ തൻ്റെ നഗരിയായ വിഭാവരി ഒരു പുണ്യസങ്കേതമാക്കി മാറ്റുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. തൻ്റെ അഭിലാഷം സേവകന്മാരെയും യഥാകാലം ജലാധിപൻ അറിയിച്ചിരുന്നു. കുബേരൻ തൻ്റെ സ്നേഹിതനും തന്നെ പോലെ അഷ്ടദിക്പാലകനുമാണ്. അദ്ദേഹത്തിൻ്റെ പുത്രന്മാരായ നളകുബേര മണിഗ്രീവന്മാർക്ക് ശാപമോക്ഷം കൊടുത്ത കഥയും വരുണദേവൻ കേട്ടുകഴിഞ്ഞിരുന്നു. ഇന്ദ്രൻ്റെ അഹങ്കാരം അകറ്റിയ കഥയും വരുണദേവൻ ഇതോടകം തന്നെ അറിഞ്ഞു കഴിഞ്ഞിരുന്നു. കൃഷ്ണപിതാവായ നന്ദഗോപർ തികഞ്ഞ വിഷ്ണുഭക്തനും ഏകാദശി വ്രതാനുഷ്ഠാനത്തിൽ വലിയ നിഷ്ഠയുള്ളവനുമായിരുന്നു. ഏകാദശി വ്രതം നോറ്റ് മഹാദ്വാദശി ദിവസം പാരണാസമയത്ത് തന്നെ പാരണ കഴിക്കണമെന്നു കരുതി നന്ദഗോപർ വളരെ വെളുപ്പിനു തന്നെ യമുനയിൽ ചെന്നു കുളിക്കുവാനിറങ്ങി. ആ സമയം വരുണൻ്റെ ഒരു സേവകൻ അദ്ദേഹത്തെ ബലമായി എടുത്ത് വിഭാവരിയിലേക്ക് കൊണ്ടുപോയി. കുളിക്കാൻ പോയിട്ട് വളരെ നേരമായിട്ടും നന്ദഗോപർ തിരിച്ചു വരായികയാൽ ഗോകുലത്തിൽ വലിയ ബഹളമായി. കടവിൽ പോയി അന്വേഷിച്ചു, ആളെ കാണുന്നില്ല. മുങ്ങി മരിച്ചിരിക്കുമോ എന്നുപോലും ആളുകൾ ചിന്തിച്ചു പോയി. ആളുകൾ മുറവിളി കൂട്ടി. വീണ്ടും യമുനാ ഘട്ടത്തിൽ പോയി ആരാഞ്ഞു. യാതൊരു തുമ്പുമില്ല. അപ്പോൾ കണ്ണൻ എല്ലാവരോടും ഇപ്രകാരം പറഞ്ഞു: എല്ലാവരും സമാധാനപ്പെട്ടിരിക്കൂ, ഞാനൊന്നു പോയി നോക്കിയിട്ട് വരാം. അങ്ങനെ എല്ലാവരെയും സമാധാനപ്പെടുത്തിയിട്ട് കണ്ണൻ യമുനാ നദീതീരത്ത് ചെന്ന് യമുനയിൽ ഒന്ന് മുങ്ങി. ആ വഴി അദ്ദേഹം വരുണ രാജധാനിയായ വിഭാവരിയിൽ എത്തിച്ചേർന്നു. ജലത്തിൻ്റെ അധിപതി വരുണനായതുകൊണ്ടാണ് ജലത്തിൽ വെച്ച് കാണാതായ ആളിനെ അന്വേഷിക്കുവാൻ സർവശക്തനായ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീകൃഷ്ണൻ വരുണപുരിയിലേക്ക് പുറപ്പെട്ടത്. അവിടെ ചെന്നപ്പോൾ പാശിയാൽ പരിചരിക്കപ്പെട്ട് അച്ഛൻ സുഖമായിരിക്കുന്നു. അവിടെ വെച്ച് വിധിപ്രകാരം സമയത്തു തന്നെ പാരണയും വീടിക്കഴിഞ്ഞിരിക്കുന്നു. സാക്ഷാൽ പരമ്പൊരുളായ ഭഗവാൻ ശ്രീകൃഷ്ണനെ കണ്ട് വരുണദേവൻ ഭയഭക്തിയോടുകൂടി അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. തൻ്റെ സ്വന്തം കൈയാൽ ആ തൃക്കാലുകൾ കഴുകി അദ്ദേഹത്തെ എതിരേറ്റു. പുഷ്പങ്ങൾ അർപ്പിച്ചു, പൂജിച്ചു, ഉന്നതമായ സ്ഥാനത്ത് ഉപവിഷ്ടനാക്കി. എന്നിട്ട് ശ്രീകൃഷ്ണനോട് ഇപ്രകാരം വരുണദേവൻ
ഉണർത്തിച്ചു. പ്രഭോ, നിന്തിരുവടി ആരാണെന്ന് അടിയൻ അറിയുന്നു. ജഗന്നാഥ, അടിയനെ തെറ്റിദ്ധരിക്കരുത്. നിന്തിരുവടിയുടെ മായാ ബാലകൃഷ്ണരൂപം ഒന്ന് തൃക്കൺ പാർക്കുവാനും അവിടുത്തെ പാദരേണുക്കളാൽ അടിയന്റെ ഈ വിഭാവരീപുരം ശുദ്ധമാക്കാനും വേണ്ടിയാണ് നിന്തിരുവടിയുടെ ഒരെഴുന്നള്ളത്തിനെ കൊതിച്ച് അവിടുത്തെ പിതാവിനെ അടിയന്റെ ഒരു സേവകനെ കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരുവിച്ചിട്ടുള്ളത്. ഈ ഭക്തന്റെ അവിവേകം അവിടുന്ന് ക്ഷമിക്കണം. അഷ്ടദിക്പാലകന്മാരിൽ ഒരാളാണ് അടിയനും. ആ അഷ്ടദിക്പാലകന്മാരിൽ വൈശ്രവണന്റെ പുത്രന്മാർക്ക് ശാപമോക്ഷം നൽകിയതും ഇന്ദ്രന്റെ ദർപ്പം കളഞ്ഞ് അനുഗ്രഹിച്ചതും അടിയൻ അറിഞ്ഞിരിക്കുന്നു. അടിയന്റെ ആലയമായ മഹാസമുദ്രങ്ങൾ മുഴുവനും നിന്തിരുവടിയുടെ വക്ത്രത്തിൽ അമ്മയെ കാണിച്ചു കൊടുത്തു. അങ്ങനെ വിരാട് പുരുഷനായ നിന്തിരുവടിയുടെ ഭുവനമോഹനമായ ആ ബാലഗോപാല രൂപം കാണുവാനുള്ള മോഹം മാത്രമാണ് അടിയനെ ഇതിനു പ്രേരിപ്പിച്ചതെന്ന് വീണ്ടും വീണ്ടും ഉണർത്തിക്കുന്നു. ക്ഷമിക്കണം പ്രഭോ, അടിയന്റെ അവിവേകം ക്ഷമിക്കണം. നിന്തിരുവടി ഇവിടെ എഴുന്നള്ളണമെന്നുള്ളത് അടിയന്റെ വളരെ കാലത്തെ ഒരു മോഹമാണ്. വരുണന്റെ ഭക്തി കണ്ട് സന്തുഷ്ടനായ വാസുദേവൻ വാരിധീനാഥനു വേണ്ട അനുഗ്രഹങ്ങൾ നൽകി തഴുകി ആമോദിപ്പിച്ചു. പിതാവിനെയും കൊണ്ട് അതിവേഗം വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നു. ഒരു ഭക്തൻ ഭഗവത് ദർശനത്തിന് വേണ്ടി എന്തു ചെയ്താലും അതിൻ്റെ ധർമാധർമ്മങ്ങളെ ചിന്തിക്കാതെ ഭഗവാൻ അനുഗ്രഹിക്കും എന്നുള്ളതിനുള്ള ഒരു ദൃഷ്ടാന്തമാണ് വരുണ സമാഗമം. പിതാവിനെ എടുത്തുകൊണ്ട് പോയതിന് വരുണനോട് യാതൊരു വൈരാഗ്യമോ വിരോധമോ ഭഗവാന് തോന്നിയില്ല. നേരെ മറിച്ച് ആ ഭക്തനെ അനുഗ്രഹിക്കുക മാത്രമാണ് ഭഗവാൻ ചെയ്തത്. വരുണപുരത്തിൽ താൻ പോയതും കൃഷ്ണൻ അവിടെ വന്നതും വരുണൻ കൃഷ്ണനെ ഭക്തിപൂർവം സ്വീകരിച്ചു പൂജിച്ചതും എന്നുവേണ്ട സർവവിവരങ്ങളും നന്ദഗോപർ ഗോപന്മാരോട് വിസ്തരിച്ചു പറഞ്ഞപ്പോൾ ആ വൃന്ദാവനത്തിലുള്ള സ്ത്രീ പുരുഷന്മാർക്കാകെ കൃഷ്ണനോടുണ്ടായിരുന്ന സ്നേഹം കറകളഞ്ഞ ഭക്തിയായി വർദ്ധിച്ചു. ഹരേ കൃഷ്ണ. എന്താണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? തൻ്റെ ഭക്തരോട് ഭഗവാനുള്ള അത്യധികമായ സ്നേഹം. തൻ്റെ ഭക്തരൊന്ന് സ്നേഹിച്ചാൽ മാത്രം മതി ഭഗവാനെ. ഭഗവാൻ വേണ്ട അനുഗ്രഹങ്ങൾ വാരിക്കോരി നമുക്ക് നൽകും. മനസ്സ് നിറഞ്ഞു ഭഗവാനെ സ്നേഹിച്ചു കൊള്ളുക. തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും. അടുത്ത ദിവസം വളരെ മനോഹരമായ ഭാഗമാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണത്? ഞാൻ പറയുന്നില്ല, എല്ലാവരും അത് കേൾക്കാനായി തയ്യാറെടുത്തിരിക്കണം. ജീവിതത്തിൽ ആ ഭാഗം കേൾക്കാൻ കിട്ടുന്ന ഭാഗ്യം അത് എത്ര പേർക്കുണ്ടാകുമെന്ന് എനിക്കറിയില്ല. അത്രത്തോളം ഭാഗ്യം ചെയ്തവർക്ക് മാത്രമേ ആ ഭാഗം കേൾക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഹരേ കൃഷ്ണ.